നമുക്ക് എപ്പ അങ്ങനെ ഉണ്ടല്ലോ മമ്മൂക്കന്മാർ എപ്പോ വിട്ട് കാണും. രാവിലെ വന്ന് വൈഡെടുത്ത് കാണും. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു 20 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് കേട്ടോ എന്നെ ഒരാൾ 4 മണി വരെ നിർത്തുന്നെന്ന് പറഞ്ഞു. അതാ നിങ്ങൾ കാരണം ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ. കാരണം അതിലും വലിയൊരു അഡ്വൈസ് ഇല്ലല്ലോ. മമ്മൂക്കയുടെ ഇന്റർവ്യൂ മമ്മൂക്കയുടെ ഒരു പറയുകയെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഡബ് അത് ഒന്നുമില്ല അല്ലേ, അതുപോലെ ഒരു പരിപാടി. അപ്പോൾ എപ്പോഴും ഈ അടുത്ത കാലത്തെല്ലാം കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പത്തേമാരിലൊരു ഡയലോഗ് എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസ്സമാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ്. ഇത് ഞാൻ ഇവിടെ ഞാൻ പിന്നെ സലീം അഹമ്മദിനെ വിളിച്ച് പറയും, നിങ്ങൾ കാരണം ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ. കാരണം അതിലും വലിയൊരു അഡ്വൈസ് ഇല്ലല്ലോ. അപ്പൊ അതെന്തൊരു സിനിമ, അതിന്റെ ക്ലൈമാക്സിലെ മമ്മൂക്കയുടെ ഇന്റർവ്യൂ, മമ്മൂക്കയുടെ ഒരു പറയുകയെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഡബ് അത് ഒന്നുമില്ല അല്ലേ, അതുപോലെ കഥ പറയുമ്പോൾ ഒരു വിതുമ്പല് നമ്മളെ വാത്സല്യം. ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് ചോദിക്കാം. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇപ്പൊ കണ്ണൂർ സ്കോഡിലാണെങ്കിൽ ഇപ്പം ജോൺ ചേട്ടൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെയാണ്. അപ്പോൾ ഒരുപാട് നൈറ്റ് ഷൂട്ട്, ഹെക്റ്റിക് ഷൂട്ട്സ് ഒക്കെ വരുമല്ലോ. ആ സമയം നിങ്ങൾ എൻജോയ്, ഇപ്പം മമ്മൂക്കയാണ് ആക്ടർ, അപ്പം കൂടെ വർക്ക് ചെയ്യുന്നത് മമ്മൂക്കയാണ്, അപ്പം അതൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പം ഇത്രയും ലേറ്റ് ആയതിൻ്റെ ഒരു ഹെക്റ്റിക് ആയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടാണോ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു എനർജി ആണോ, എത്ര ലേറ്റ് ആയാലും എത്ര ഹെക്റ്റിക് ആയാലും? അത് എനിക്ക് കാരണം നമ്മുടെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഞാനത് മനോജേട്ടൻ്റെ അടുത്ത് ചോദിക്കണത്, കാരണം നമ്മുടെ കുട്ടനാടൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതായത് കുട്ടനാടൻ കയ്യിൽ ആ പാട്ട് കാണുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ നൈറ്റ് ഒക്കെ ഇത്രയും എന്തായാലും പുള്ളിയോട് ചോദിച്ചിട്ടായിരിക്കും നൈറ്റ് നമ്മൾ വെക്കുന്നത്. ഇപ്പൊ ഒരു ദിവസം നമ്മളൊരു പടത്തിന് ഞാൻ 2 ദിവസം നൈറ്റ് പ്ലാൻ ചെയ്തു. പുള്ളി പറഞ്ഞു ഒറ്റ നൈറ്റ് കൊണ്ട് തീർത്തോണം, നമ്മൾ എത്ര നേരം മണി വരെ നിന്ന് തരാം, ഒറ്റ കൊണ്ട് തീർത്തോണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടത്തിന് 4 മണി വരെ ഞാൻ ഷൂട്ട് ചെയ്തു വെളുപ്പിനെ. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു 20 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് കേട്ടോ എന്നെ ഒരാൾ 4 മണി വരെ നിർത്തുന്നെന്ന് പറഞ്ഞു. അതാ അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല, മമ്മൂക്ക അല്ലേ പറയുന്നത്. മമ്മൂക്കയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എന്ത് ശാഠ്യവും എന്ത് രീതിയിലും ബിഹേവ് ചെയ്യാം മമ്മൂക്കയ്ക്ക് നമ്മളോട്. മമ്മൂക്ക അല്ലാതെ ബിഹേവ് ചെയ്താലേ നമുക്ക് വിഷമം തോന്നുള്ളൂ. നമുക്ക് ഭയങ്കര ഫോർമലായിട്ട് സാർ ഞാൻ എപ്പോൾ വരണം അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്കത് വെക്കില്ല, അറിയില്ല. അപ്പോൾ എനിക്കെപ്പോഴും ഒരു ഗ്യാപ്പില്ലാതെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം എല്ലാം നമുക്ക് തുറന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയാൽ എനിക്ക് എൻ്റെ ഫുൾ ഫോക്കസ് മമ്മൂക്കയിൽ തന്നെ ആയിരിക്കും. ഒരു കുട്ടി സെറ്റിലുണ്ട്, കുട്ടി ഇടരുത് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വാച്ച് ചെയ്യും. ഒരു തരത്തിലൊരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ശ്രമിക്കും. പക്ഷെ ആരെങ്കിലും എവിടെങ്കിലും കൊണ്ട് തൊലയ്ക്കും ഇടയ്ക്ക്, അപ്പം കുട്ടി അപ്പം നമ്മൾ പറഞ്ഞത്. പക്ഷേ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെയെ വെച്ചാണ് എടുക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാളെ വെച്ചൊരു സിനിമ എടുക്കും. ഇനി അത് എന്തായാലും എന്ത് രസം. നമുക്കൊരു ഒന്നുമില്ലെങ്കിൽ നാളെ എനിക്ക് പറയാമല്ലോ 4 സിനിമകൾ എടുത്തു. അപ്പോൾ ജീവിതത്തിൽ അദ്ദേഹം എൻ്റെ കൂടെ കുറേ ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ വലിയ കാര്യമല്ലേ അത് മമ്മൂക്കയുടെ കോമഡിയാ. സാംസൺ മമ്മൂക്കയുടെ കോൺട്രിബ്യൂട്ട് ചെയ്തത് മമ്മൂക്കയാണ്. അങ്ങനെ പറയട്ടെ ഞാൻ അങ്ങനെ പേര് മോനേന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. നമുക്ക് തന്നെ സാംസൺ ആക്കിയത്. അത് സാംസൺ ചേട്ടൻ എന്താ പറയുന്നത്? അല്ല ജോണിച്ചേട്ടൻ ഇങ്ങനെ 20 വർഷത്തിനിടയ്ക്ക് 4 മണി നിന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എത്ര രാത്രികൾ നിർത്തി. ആ മറ്റേ ടിക്രി ഫൈറ്റ് 15 നൈറ്റാ. 15 നൈറ്റിൽ 7 ദിവസം കളമശ്ശേരിയും ബാക്കി പിന്നെ ഈ പൂനെയില് പാവം ഈ കുഗ്രാമത്തിൽ കൊണ്ടിട്ടെ. ആ പടം കാണുമ്പോ ഉണ്ടല്ലോ ഞാനിങ്ങനെ ഓർക്കുന്ന മുഴുവൻ നമുക്ക് എപ്പ അങ്ങനെ ഉണ്ടല്ലോ മമ്മൂക്കന്മാരെ എപ്പോ വിട്ട് കാണും. രാവിലെ വന്ന് വൈഡെടുത്ത് കാണും. അല്ല ഞാൻ ആ പടം കാണുമ്പോ കഷ്ടപ്പെട്ട ഫൈറ്റ് എടുത്തതല്ല എത്ര
ബിഹൈൻഡ് ദ സീൻ ചിന്തിക്കുക. രണ്ട് മണി വരെ പുള്ളി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ നിർത്തിട്ട് വന്നു. വേറെ മാർഗ്ഗമില്ലായിരുന്നു. കാരണം വെച്ചാൽ നൈറ്റ് ഒന്നാമത്തെ കാര്യം അവിടുത്തെ ക്ലൈമറ്റ് ഇതുപോലെ തന്നെ ഈ 6 മണിക്ക് ഒന്നാമത് നോർത്ത് ഇന്ത്യ ആണല്ലോ. നോർത്ത് ഇന്ത്യയിൽ 8 ദിവസം നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ 6 മണിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഈ തുടങ്ങി കഴിഞ്ഞ് അവിടെ ഈ ആൾക്കാരൊക്കെ വെച്ചാൽ ഗ്രാമമാണ്, അത് സൽമാൻ ഖാൻ്റെ പടവും പല പടങ്ങളും ഷൂട്ട് ചെയ്യുന്ന ഗ്രാമമാണ്. അപ്പോൾ അവിടെ ഈ ഗ്രാമവാസികളൊക്കെ കിടന്ന് ഉറക്കമാണ്, അവരെ കുറിച്ച് അറിയുന്നതല്ല. സുപ്രീം സുന്ദർ മാസ്റ്റർ ഉണ്ട്, അവരുടെ ഒരു വലിയൊരു മറ്റേ അറിയാലോ ഈ മറ്റേ നമ്മൾ ഈ തീ പിടിച്ച് ഓടുന്ന ആൾക്കാർ, ഞങ്ങൾ ഓടുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് പല പല ആക്ഷൻ ബ്ലോക്ക്, വണ്ടി വരുന്നു തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട്. അപ്പോൾ അത് വേറെ മാർഗ്ഗമില്ല, കാരണം നമുക്ക് നിന്ന് തന്നേ പറ്റും. പിന്നെ അദ്ദേഹം അങ്ങോട്ട് വന്നുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, എന്താണെന്നറിയില്ല, ദൈവാനുഗ്രഹം കൊണ്ടും പുള്ളിയുടെ സന്മനസ് കൊണ്ടും കുറേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചിലവഴിച്ചു. എനിക്ക് തോന്നുന്നത് പുള്ളി വീട്ടിലെത്തിയത് ജനുവരി മാസം അങ്ങാണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു വിടുന്നത് നോമ്പിൻ്റെ സമയം. പൂനെ ഞങ്ങൾ തിരിച്ചു വന്ന് നേരെ ബോംബെ വന്ന് പിന്നെ വയനാട് വന്ന് ക്ലൈമാക്സ് ഫൈറ്റ് എടുത്ത് കഴിഞ്ഞ് നോമ്പിൻ്റെ സമയത്താണ് പുള്ളി തിരിച്ച് വീട്ടിൽ വിടുന്നത്. പുള്ളി അവസാനമായപ്പോഴേക്കും പുള്ളി ആ പടത്തിലുള്ള പോലെ തന്നെ ഞാനിങ്ങനെ ഏതോ സമയത്ത് 16 ദിവസം കൊണ്ട് കേരള പോലീസ് എന്നല്ലേ ഞാൻ പറഞ്ഞു. അതാണ് അതിൻ്റെ ശരിക്കും 16 ദിവസം കൊണ്ടാണ് അവർ കണ്ടുപിടിച്ചത് ആ കേസ്. അപ്പോൾ നമ്മൾ 8 ദിവസമായിട്ട് കഥയിൽ ഇത് ചുരുക്കി. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി അവസാനപ്പോഴേക്കും ഈ കഥാപാത്രത്തിനെ പോലെ തന്നെ മടുത്ത്, എല്ലാവരും മടുത്ത്, ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ മടുത്ത്. കാരണം 25 ദിവസം നമ്മൾ പൂനെ, അതുപോലെ തന്നെ പൂനെയിൽ ഈ പറയുന്ന ബോർ, വായി, മഹാബലേശ്വരി സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലോഡ്ജിൽ നിന്ന് 50-60 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഇത് 3-4 മല കയറി ഇറങ്ങി അതിൻ്റെ താഴ്വാരത്തിൽ എത്തിക്കഴിഞ്ഞാലാണ് ഈ ഗ്രാമമാവുന്നത്. എന്നാൽ അവിടെ താമസിക്കാൻ സ്ഥലവും ഇല്ല, ഹോട്ടലും ഇല്ല. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ ബേസിൽ. അപ്പോൾ തിരിച്ച് നമുക്ക് വീട്ടിൽ റൂമിലെത്തുമ്പോഴേക്കും 3-3:45 നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സൈക്കിൾ മാറിക്കുമ്പോൾ കിടന്ന് ഉറക്കം വരില്ല. അപ്പോൾ പല ദിവസവും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ 6 മണിക്ക് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് നമുക്കിട കഴിഞ്ഞാൽ ഞങ്ങളുടെ പോർഷൻസ് എടുക്കും. അപ്പോൾ ചെന്ന് കഴിച്ചിട്ട് കിടന്നാമെന്ന് പറഞ്ഞു, കഴിച്ചിട്ടാണ് ചിലപ്പോൾ കിടങ്ങുക, ചിലപ്പോൾ ഉറക്കം വരില്ല. അങ്ങനെ ഇതുപോലെ ജോണി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നോ? അല്ല, വേറെ കാര്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പിന്നെ ആ സബ്ജക്റ്റിന് ഭയങ്കര ആവശ്യമാണ്. ഞാൻ അതുപോലെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കുഴപ്പമില്ല. വേറെ മാർഗ്ഗമില്ലെങ്കിൽ ഒരു കാര്യത്തിലും കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയും സീനിയറായിട്ട് ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഇപ്പം എനിക്ക് റോണിക്ക് കുഴപ്പമൊന്നും കാണില്ല, എനിക്കറിയില്ല ആ പ്രായത്തിൽ നമ്മുടെയൊക്കെ ഫിസിക്കലി പുള്ളി ഫൈറ്റൊക്കെ ആണെങ്കിലും എന്ത് ഭംഗിയായിട്ട് ചെയ്യുന്നു.